വടകരയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അന്തിയുറങ്ങിയ വയോധികനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് വയോധികൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൂടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ ഇവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇദ്ദേഹം ഇവിടെയാണ് താമസം. ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ബെഡ്ഷീറ്റുകളും തുണികളും, ഒരു വശത്ത് ബക്കറ്റുകളും പാത്രങ്ങളും വാട്ടർ ജഗും ഉൾപ്പെടെയുള്ള സാധനങ്ങളും നിറഞ്ഞിരുന്നു. തറയും ഇരിക്കുന്ന ഭാഗവുമെല്ലാം ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ സ്ഥിതിയും. ഇതിന് പിറകിൽ തന്നെയാണ് ഇദ്ദേഹം പ്രാഥമിക കൃത്യങ്ങളും നിർവഹിക്കുന്നത്. ഇതോടെ ഇവിടെ എത്തുന്ന സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവരും യാത്രക്കാരും വെയിലത്തും മഴയത്തും റോഡരികിൽ കാത്തു നിൽക്കേണ്ട സ്ഥിതി വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും വിഷയം പലരും സൂചിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞ കെ രമ MLA തണൽ അധികൃതരുമായി ബന്ധപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വയോധികനെ തണൽ അധികൃതരെത്തി കൊണ്ടുപോയി. വടകര നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് ശുചീകരിക്കുകയും ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.